ഉച്ചയ്ക്ക് നോൺ വെജ് ഒന്നും ഇല്ലെങ്കിൽ ചോറ് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളവരാണോ നിങ്ങൾ? അപ്പോൾ ആ ഒരു നോൺ വെജിൻ്റെ അതേ ടേസ്റ്റിൽ വരുന്ന ഒരു സോയാബീൻ ഫ്രൈ ഉണ്ടാക്കി നോക്കിയാലോ? സോയാബീൻ ഒക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ആദ്യം തന്നെ സോയാബീൻ ആവശ്യത്തിന് എടുത്തിട്ട് കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്തേക്ക് ഉപ്പും കൂടി ഇട്ട് അതിനകത്തിലേക്ക് ഒരു 5 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. എന്നിട്ട് അത് ഊറ്റിയിട്ട് അതിനകത്തിലെ വെള്ളമെല്ലാം പിഴിഞ്ഞെടുക്കാം. ഇനി വലിയ സോയാബീൻ ആണെങ്കിൽ ഒന്ന് കട്ട് ചെയ്തും കൂടി ഇടാം. ഇനി അത് കഴിഞ്ഞിട്ട് മസാല ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ബീഫ് മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പും ഒരു പകുതി നാരങ്ങ നീരും കൂടി എടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഈ സോയാബീനിലേക്ക് ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 15 മിനിറ്റിന് ശേഷം നമ്മളൊരു പാൻ എടുത്ത് ഓയിൽ ചൂടാകുമ്പോഴത്തേക്കിന് ഈ മാരിനേറ്റ് ചെയ്ത സോയാബീൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് കരിയാപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ബീഫ് ഫ്രൈയുടെ അത്രയൊന്നും വരില്ലെങ്കിലും ബീഫ് മസാല ഒക്കെ ഇട്ടേക്കുന്നത് കൊണ്ട് അത്യാവശ്യം നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറ.